2025 മെയ് 12 UK ഗവൺമെൻറ് കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് റിലീസ് ചെയ്യുകയുണ്ടായി. എന്നാൽ ശരിയായിട്ടുള്ള ഈ വൈറ്റ് പേപ്പേഴ്സിനകത്തുള്ള കണ്ടന്റിനേക്കാൾ ഉപരി ഈ വൈറ്റ് പേപ്പേഴ്സിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും കൺഫ്യൂഷൻസും കൊണ്ട് ഒത്തിരി കണ്ടൻറ്റ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും മറ്റ് ഓൺലൈൻ മീഡിയാസിലും കിടന്ന് കളിക്കുന്നുണ്ട്. ഈ കൺഫ്യൂഷൻസ് വഴി ശരിയായിട്ട് ഒരു തീരുമാനമെടുത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻസിന് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടും ഡൗട്ട്ഫുൾ ആയിട്ടും സ്കെപ്റ്റിക്കലായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കാനാണ് കാരണം ആയേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചത്. ബൈ ദ വേ, if you are a first time visitor to this channel, I am Avin Mahadev. I am a study abroad coach. I help students to make wiser and smarter study abroad decisions. And if you are already subscribed to this channel, thanks once again for coming back to this channel. ഈ വൈറ്റ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്ത് 3 മണിക്കൂറിനകത്തും 6 മണിക്കൂറിനകത്തും എന്തിനു പറയുന്നത് 24 മണിക്കൂറിനകം തന്നെ ഇതിനെപ്പറ്റി നിരവധി വീഡിയോസാണ് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തത്. കാരണം എന്താണ്? ഈ പബ്ലിഷ് ചെയ്ത ആളുടെ വീഡിയോസ് വേണം മാക്സിമം ആൾക്കാർ കാണേണ്ടത്, മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യേണ്ടത്. സോ ആ ഒരു വ്യൂവർഷിപ്പിന് വേണ്ടി അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിൽസും ഒക്കെ വെച്ച് ഷെയർ ചെയ്ത വഴി എന്താണ് സംഭവിച്ചത്? സോ നിങ്ങൾ തന്നെ ഒന്ന് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ച് നോക്കുക. 82 പേജുള്ള കുറച്ച് പേപ്പേഴ്സാണിത്. 82 പേജുള്ള റിസർച്ച് ഫൈൻഡിങ്സ് ആണ്. ഈ 82 പേജ് പോയിട്ട് ഒരു 25 പേജെങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അത് വിദഗ്ധോപദേശം ഒന്ന് തേടണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര സമയമെടുക്കും? അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ 82 പേജുള്ള പേപ്പേഴ്സിനെ കുറിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് പ്രത്യക്ഷപ്പെട്ടത്. ഈ വൈറ്റ് പേപ്പേഴ്സിൽ എന്തൊക്കെയാണ് കണ്ടൻസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് ഈ വൈറ്റ് പേപ്പേഴ്സ് തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. സോ എ UK വൈറ്റ് പേപ്പർ ഈസ് എ ഗവൺമെൻറ് പോളിസി ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് പ്രപ്പോസൽസ് ഫോർ ഫ്യൂച്ചർ ലെജിസ്ലേഷൻ. അതായത് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ലെജിസ്ലേഷനെ കുറിച്ച് ഔട്ട്ലൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് മാത്രമാണ് ഈ വൈറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എസെൻഷ്യലി എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ് സെറ്റിംഗ് ഔട്ട് ദ ഗവൺമെൻറ്റ്സ് പ്ലാൻസ് ബിഫോർ ദ ഇൻട്രൊഡ്യൂസ് എ ബിൽ ഇൻ ദ പാർലമെൻറ്റ്. അതായത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അതിനെപ്പറ്റിയുള്ളൊരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് അവർ കുറച്ച് റിസർച്ച് ഫൈൻഡിങ്സ് സബ്മിറ്റ് ചെയ്യുന്ന കുറച്ച് പേപ്പേഴ്സാണ് ഈ വൈറ്റ് പേപ്പേഴ്സ് പറയുന്നത്. സോ ഇതിന് ഒരു 4-5 ആസ്പെക്റ്റുകളുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. പോളിസി പ്രപ്പോസൽസ്, അതായത് ഗവൺമെൻറ്റിന് എന്തെങ്കിലുമൊക്കെ പോളിസി മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനായിട്ട് ഈ വൈറ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ കൺസൾട്ടേഷൻ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നമുക്ക് സിറ്റിസൺസ് ആയിരിക്കാം, PR ഹോൾഡേഴ്സ്, അതുപോലെ അവിടുത്തെ ലോക്കൽ ബോഡീസ്, അങ്ങനെയുള്ളവരൊക്കെ ഇനി എന്തൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടോ അവരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യാനും 2-way പ്രോസസ്സ് ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വൈറ്റ് പേപ്പേഴ്സ്. പിന്നെ ഇറ്റ് നോട്ട് ലീഗലി ബൈൻഡിങ്, ഇതിനൊരു ലീഗൽ ബൈൻഡിങ് ഇല്ല. കാരണം അതൊരു ലെജിസ്ലേഷൻ പാസ് ചെയ്ത ഒരു ആക്റ്റോ ബില്ലോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് നിയമസാധുത അൺടിൽ ആൻഡ് അൺലെസ് പ്രാബല്യത്തിൽ വരുന്നതും വരെ ഇല്ലെന്ന് തന്നെയുള്ളതാണ് യാഥാർത്ഥ്യം. ദെൻ കമാൻഡ് പേപ്പേഴ്സ്. വൈറ്റ് പേപ്പേഴ്സ് ആർ ഓഫൺ പബ്ലിഷ്ഡ് ആസ് കമാൻഡ് പേപ്പേഴ്സ് വിച്ച് ആർ ഡോക്യുമെൻറ്റ്സ് പ്രസൻറ്റഡ് ടു പാർലമെൻറ്റ് ബൈ ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഈ ഇങ്ങനെ ഒരു ബില്ലോ ആക്റ്റോ പാസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും അതിനെക്കുറിച്ച് ഡിസ്കഷൻ തുടങ്ങുന്നത്. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു റിസർച്ച് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു റിസർച്ച് വർക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ ധവളപത്രം ഇറക്കുക എന്ന് പറയും. സോ ഒരു ഗവൺമെൻറ് ഏത് ഡയറക്ഷനിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവേ ഈ വൈറ്റ് പേപ്പേഴ്സിനകത്ത് വരാറ്. ഇനി നമുക്ക് UK കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 6 വർഷത്തിനിടയ്ക്ക് ഏകദേശം 3-4 തവണയാണ് പുതിയ ഗവൺമെൻറ്റിലെ പ്രൈം മിനിസ്റ്റർ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. സോ ഇത്രയധികം ഇമിഗ്രൻസ് വരുന്ന ഒരു കൺട്രിയിൽ ജനങ്ങളുടെ ഒന്ന് കയ്യിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഇമിഗ്രൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഈസി വേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി ഇമിഗ്രൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയേക്കുന്ന കുറച്ച് പേപ്പേഴ്സാണ് ഈ വൈറ്റ് പേപ്പേഴ്സ് എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയെ തന്നെ മനസ്സിലാകും. അതിനൊരു ബേസും കൂടെ ഉണ്ട്. ഞാൻ അതിന് ശേഷം 1 മന്തും കൂടെ എടുത്തിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തത്. കാരണം ഇതിൻ്റെ പുറത്ത് പിന്നീട് എന്തെങ്കിലും ആക്ഷൻ ഇവരെടുത്തിട്ടുണ്ടോ എന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമായിരുന്നു. ബട്ട് ടിൽ ദിസ് മൊമെൻറ്റ്
ഇതിൻ്റെ പുറത്ത് കാര്യമായിട്ടൊരു ആക്ഷൻ അവരെടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് അവരുടെ ഇൻറ്റൻഷൻ ഓൾമോസ്റ്റ് വ്യക്തമാണ്. ഇനിയിപ്പോൾ യു കെയിൽ എന്തെങ്കിലും പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 2 പാർലമെൻറ്റ്സ് ഉണ്ട്, ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സും. ഇവിടെ രണ്ടും പാസ്സായതിന് ശേഷം ക്യൂനും സൈൻ ചെയ്താൽ മാത്രമേ ഇതൊരു ആക്റ്റോ ലോയോ ആയി പ്രാബല്യത്തിൽ വരികയുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡൻറ്റും പോലെ തന്നെ യു കെയിൽ ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇത് ജനറലി ഇതൊരു ടൈം എടുത്ത് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. 100% ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ഇന്നേ വരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല യു കെയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ. സോ അത് മാത്രമല്ല, ഇപ്പോൾ ഏത് ആക്റ്റ് ആണെങ്കിലും അത് ഏത് കൺട്രിയിലാണെങ്കിലും അതേപടി വരാറില്ല. അതിനെപ്പറ്റി ഡിസ്കഷൻസ് നടന്ന് അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ഏതൊരു ആക്റ്റും പാസ്സാകുകയുള്ളൂ. സോ അതുതന്നെയാകാം യു കെയിലും സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം എടുക്കുകയാണെങ്കിൽ യു കെയുടെ കേസിൽ അവർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു ആക്ട് ഇനിയിപ്പോൾ അവർ അതിൻ്റെ റെക്കമെൻഡഡ് സജഷൻസും മോഡിഫിക്കേഷൻസോടുകൂടി അത് പാസ്സാക്കാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ പോലും എന്ന് തൊട്ടാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നതെന്ന് മോസ്റ്റ്ലി ഒരു 4 to 6 months ബിഫോറെങ്കിലും അവർ പറയാറുണ്ട്. അതുവരെ ഉള്ളവരെ കഴിയുന്നതും അത് വലിയ രീതിയിൽ ബാധിക്കാറുമില്ല. എക്സിസ്റ്റിംഗ് ഇപ്പം വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിലോ ഒക്കെ പോകാൻ അല്ലെങ്കിൽ ഈ ഒരു ഇയർ എൻഡിനുള്ളിൽ പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനെ ഒന്നും തന്നെ അത് കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇതെല്ലാം തന്നെ പ്രീവിയസ്ലി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യു കെയിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. സ്പൗസ് വിസ നിർത്തലാക്കുകയുണ്ടായി. അങ്ങനെയുള്ള കുറേ ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് ഇതെല്ലാം തന്നെ അവർ വളരെ മുൻകൂട്ടി തന്നെ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തൊട്ടാണിത് ആപ്ലിക്കബിൾ ആവുന്നത്. സോ ദാറ്റ് മീൻസ് ഈ വൈറ്റ് പേപ്പേഴ്സും മോർ ഓർ ലെസ് അതേ ഒരു രീതിയിൽ തന്നെ പോകാനായിരിക്കും മാക്സിമം പ്രോബബിലിറ്റി. ഈ വൈറ്റ് പേപ്പറിൻ്റെ ടൈറ്റിൽ തന്നെ റിസ്റ്റോറിങ് കൺട്രോൾ ഓവർ ഇമിഗ്രേഷൻ എന്നുള്ളതാണ്. സോ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, അതായത് സ്റ്റുഡൻസായിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നവരെയും അവിടെ നിൽക്കുന്നവരെയും ഗ്രാജുവേറ്റ് ആ ഒരു റൂട്ടിലുള്ളവരെയും ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റേഴ്സ് മാത്രമായിരിക്കും നമ്മൾ മുന്നോട്ട് ഡിസ്കസ് ചെയ്യുക. കാരണം ബാക്കി പല കാര്യങ്ങളും സ്റ്റുഡൻറ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ 2 years എന്നുള്ളത് 18 മാസമാക്കി കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനോട് ഒരു കാര്യം ചേർത്ത് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് തന്നെ ഒത്തിരി പേര് യു കെയിൽ സ്റ്റേ ബാക്ക് നിർത്തലാക്കി എന്നുവരെയാണ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്റ്റേ ബാക്ക് കുറയ്ക്കുകയാണെങ്കിൽ പോലും അത് ഫുള്ളായിട്ടൊന്നും കുറയ്ക്കാൻ സാധ്യതയില്ല. 6 months ആണ് അതിനകത്തൊരു കുറവ് വരാൻ സാധ്യതയുള്ളത്. ബട്ട് അതൊരു സാധ്യത മാത്രമാണ്. സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ഇത് മോർ ഓർ ലെസ് സ്റ്റുഡൻറ്റിനേക്കാൾ ഉപരി യൂണിവേഴ്സിറ്റീസിനാണ് ബാധകം. സോ ഈ ഒരു പോയിൻ്റ് പ്രകാരം കോംപ്ലയൻസ് ബേസ്ഡ് അസസ്മെൻറ്റ്, അതാണ് ഈ ഒരു പോയിൻ്റിൻ്റെ പേര്. അതായത് 100 സ്റ്റുഡൻസിന് യു കെയിലേക്ക് പഠിക്കാനുള്ള ക്യാസ് കിട്ടുകയാണെങ്കിൽ 95 സ്റ്റുഡൻസും ആ ക്യാസ് യൂസ് ചെയ്ത് വിസ കിട്ടി ആ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്തെ റെക്കമെൻഡേഷൻ. ഇനി ഇതിനകത്ത് തന്നെ ഒരു സബ് പോയിൻ്റായിട്ട് പറയുന്ന വേറൊരു കാര്യങ്ങളുണ്ട്. ഈ വന്ന 95% സ്റ്റുഡൻസിനകത്ത് ഒരു 90% സ്റ്റുഡൻസും ഈ പ്രോഗ്രാം, ഈ കോഴ്സ് ഗ്രാജുവേറ്റ് ചെയ്യുകയും വേണം. സോ അത് യൂണിവേഴ്സിറ്റിക്ക് ഒക്കെയുള്ള ഒരു താക്കീതായിട്ട് വേണം കണക്കാക്കാം. കാരണം കുറേയധികം സ്റ്റുഡൻസ്, പൊതുവെ മലയാളി സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യാറില്ലെങ്കിൽ പോലും കുറേയധികം സ്റ്റുഡൻസ് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും അണ്ടർഗ്രൗണ്ടിൽ പോവുകയും വർക്കിന് വേണ്ടി എങ്ങോട്ടേലും മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തേർഡ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് കൺസിഡർ ചെയ്യേണ്ടത്, ഇത് പഠിക്കാനോ അഡ്മിഷൻ എടുക്കാനോ അല്ല, അതിനുശേഷം സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറുന്നവർക്ക് അവർക്കുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസി ലെവല് B2 ആക്കണമെന്നുള്ളതാണ്. സോ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് നമുക്ക് തോന്നാം. B2 എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 6.5 IELTS സ്കോറാണ്. അത് മോർ ഓർ ലെസ് യു കെയിൽ പോകുന്ന ഏതൊരാൾക്കും പോസിബിൾ ആയിട്ടൊരു കാര്യം തന്നെയാണ്. മോസ്റ്റ്ലി സ്റ്റുഡൻസ് 6.5 സ്കോർ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി ബാക്കിയുള്ള സ്റ്റുഡൻസ്, ഈ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് 6.5 അത്ര അപ്രാപ്യമായിട്ടൊരു സ്കോറൊന്നും അല്ല. ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് സജഷൻ സ്റ്റുഡൻസിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്, ഇത് മോസ്റ്റ്ലി പഠിച്ചു കഴിഞ്ഞ് ഒരു സ്കിൽഡ് വർക്കർ ജോബിലേക്കൊക്കെ കയറുന്ന സമയത്താണ് ഇതും ആപ്ലിക്കബിൾ. സോ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
RQF ലെവൽ 6 ആൻഡ് എബോവ് ആ ഒരു ലെവലിലുള്ളവർക്കാണ് ഈ ജോബ്സ് അതുപോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് പ്രിഫർ ചെയ്യുന്നു എന്നൊരു പോയിൻ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ RQF ലെവൽ 6? അതെന്ന് പറഞ്ഞാൽ ഈക്വലൻ ടു എ ബാച്ചിലേഴ്സ് ഡിഗ്രി, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഓർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ. ദാറ്റ് മീൻസ് നമ്മുടെ ഇവിടുന്ന് പോകുന്ന മജോറിറ്റി സ്റ്റുഡൻസും ഒന്നുകിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് UK പോയി എടുക്കുന്നത്. സോ ആ ഒരു പോയിൻ്റ് കൊണ്ട് പ്രത്യേകിച്ചൊരു ഇംപ്ലിക്കേഷൻസും ഇവിടുന്ന് പോകുന്നവരെ സംബന്ധിച്ച് വരാൻ സാധ്യതയില്ല. 5th പോയിൻ്റ്, ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് അബോളിഷ് ചെയ്തിട്ട് ടെമ്പററി ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് ഫോർ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു സെഗ്മെൻറ്റ്, അതായത് സ്കിൽഡ് വർക്കർ കാറ്റഗറിക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, UK നേരത്തെ ഉണ്ടായിരുന്നത് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ സ്കിൽസ് ആയിരുന്നു. അവിടെ നിന്നാണ് അവർ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എന്നൊരു പുതിയ മോഡിഫൈഡ് ഒരു കാര്യം ഉണ്ടായത്. ബട്ട് മോറോർലെസ് ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുന്നു. കാരണം മോറോർലെസ് ഒരേ കാറ്റഗറിയിലുള്ള ജോബ്സും വേക്കൻസീസും ഒക്കെ തന്നെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഒരു 20 to 25% ചേഞ്ചസ് ഉണ്ടാകും. ബട്ട് മോറോർലെസ് ഇതും ഒരു പരിധി കൂടുതൽ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് പോകുന്നവരെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ദെൻ ഓൾറെഡി തന്നെ UK ഗവൺമെൻറ് പ്രാക്ടിക്കലി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കാര്യമാണ് ഒരു മിനിമം സാലറി ത്രെഷോൾഡ് ഏത് ജോബ്സിനും വേണമെന്നുള്ളത്. അതെന്തായാലും തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സോ അത് ആ ഒരു ലെവൽ സാലറിയിലേക്ക് പോകാൻ ഉള്ള റിലേറ്റഡ് കോഴ്സും പ്രോഗ്രാംസും എടുത്ത് അതിനനുസരിച്ച് സ്കില്ലും ബിൽഡ് ചെയ്ത് ആ ജോബ്സിലേക്ക് എത്തുക എന്നുള്ളത് ഈ ഹയർ എഡ്യൂക്കേഷന് പോകുന്ന ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. 6th ആൻഡ് ഫൈനൽ പോയിൻ്റ്, UK PR ഇനി മുതൽ കിട്ടണമെങ്കിൽ 10 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് 6ാമത്തെ ഇമ്പോർട്ടൻറ്റ് സജഷൻ. ഞാൻ വീണ്ടും പറയുന്നത് സജഷൻ മാത്രമാണ്. അപ്പോൾ ചിലർ കിടന്ന് വിലപിക്കും, 10 വർഷം എടുക്കത്തില്ലേ ഇനി PR കിട്ടാനെന്ന്. ഞാൻ വേറൊരു UK ഗവൺമെൻറ് തന്നെ നടത്തിയ ഒരു സ്റ്റഡിയുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് UK ഗവൺമെൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഒരുപക്ഷെ അതാരും പറഞ്ഞതില്ലെന്ന് വരാം, ബട്ട് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. UK പഠിക്കാൻ പോകുന്ന അല്ലെ പോയ 70% സ്റ്റുഡൻസും പഠിച്ചതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും ചെറിയ ചെറിയ ജോബ് റോൾസ്, ഒരു ജോബിനെ കുറച്ച് കാണുകയല്ല, ബട്ട് ചെറിയ ചെറിയ ജോബ് റോൾ, അതായത് ഫ്രണ്ട് ഓഫീസ്, റിസപ്ഷൻ, ഹോട്ടലിൽ ഫുഡ് സെർവ് ചെയ്യുന്നു, ക്ലീനിങ്, അങ്ങനെ അതുപോലെ തന്നെ കുറേയധികം സ്റ്റുഡൻസ് കെയർ ഹോംസിൽ. സോ ഇങ്ങനെയൊക്കെ പോകുന്ന വഴി 70% സ്റ്റുഡൻസും ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 30% സ്റ്റുഡൻസ് മാത്രം, ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ റിലേറ്റഡ് ഫീൽഡിൽ നല്ല ഒരു സാലറി ഉള്ള ജോബ്സിലേക്ക് കയറുന്നുള്ളൂ. സോ ശരിക്കും പറഞ്ഞാൽ ഈ PR-ഉം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ 30% സ്റ്റുഡൻസിനെ ബാധിക്കത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 100,000 സ്റ്റുഡൻസ് UK പോകുന്നുണ്ടെങ്കിൽ UK ഗവൺമെൻറ് തന്നെ അവരുടെ റിസർച്ച് പറയുന്നത് 70,000 സ്റ്റുഡൻസും 2 വർഷം കഴിയുമ്പോൾ ഒന്നുകിൽ തിരിച്ചു പോരണം, അതത് കൺട്രിയിലേക്ക് പോകണം, അല്ലെങ്കിൽ അവർ അവിടെ കിട്ടാവുന്ന എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കേ നിവർത്തിയുള്ളൂ. സോ ഈ 30% പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഫസ്റ്റ് ഓഫ് ഓൾ അതിനനുസരിച്ചുള്ള കൺസൾട്ടിങ് എടുക്കണം, ഗൈഡൻസ് എടുക്കണം, അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസും അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്ത് മാത്രമേ അങ്ങോട്ട് പോകാവുള്ളൂ. ഇതുകൊണ്ട് മാത്രമായോ? ആയില്ല. ഒരു ടൈം ഉണ്ടായിരുന്നു വെൽ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ലണ്ടൻ സ്കൂൾ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ നല്ല വർക്ക് പെർമിറ്റ് വിസയിലേക്കും കയറാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ UK ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അതല്ല സിറ്റുവേഷൻ. അവിടെ നിന്നൊക്കെ പഠിച്ചാൽ പോലും അതിനോടൊപ്പം ഹൈ പേയിങ് ജോബ്സിൽ എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് പ്രകാരമുള്ള ജോബ്സിൽ എത്തണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി വെൽ ട്രെയിൻഡ്. ആ ട്രെയിനിങ് കൂടെ കിട്ടിയില്ലെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു ജോബ്സിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. സ്റ്റുഡൻസ് തിരിച്ചു പോരേണ്ടിയും വരും. UK പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞ ഒരു വാചകമുണ്ട്, സെറ്റിൽമെൻറ്റ് ഈസ് നോട്ട് എ റൈറ്റ്, ഇറ്റ് ഈസ് എ പ്രിവിലേജ്. അതിൽ നിന്ന് എവിഡൻ്റ് ആണ്. അതായത് ആ പ്രിവിലേജ് ആർക്കാണ് കിട്ടുക? ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ വർക്ക് ഫോഴ്സിന്, കമ്പനീസിന് ഏറ്റവും ഗുണപ്പെടുന്നതും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം മതി ആ രാജ്യത്തിന്. ബാക്കിയുള്ളവർ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് പൊക്കോളുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് ആൾ ഉദ്ദേശിച്ചേക്കുന്നത്. സോ നിങ്ങളൊരു സീരിയസ് കമ്മിറ്റഡ് സ്റ്റുഡൻ്റ് ആണ്, റൈറ്റ് ഗൈഡൻസ് വേണം. അത് ഏതെങ്കിലും പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയോ കോഴ്സോ പുഷ് ചെയ്യാതെ കരിയർ ബേസ്ഡ് കൺസൾട്ടിംഗ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ മാത്രം
യു ക്യാൻ കോൺടാക്ട് us. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ കമൻസോ ഇനി മറ്റേതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് ഞാൻ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് റൈറ്റ് നൗ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.